ഓം നമോ ഭഗവതേ വാസുദേവായ. യത്കരോഷി യദശ്നാസി യജ്ജുഹോഷി ദദാസി യത്തപസ്യസി കൗന്തേയ തത്കുരുഷ്വ മദർപ്പണം. ശുഭാശുഭഫലൈരേവം മോക്ഷ്യസേ കർമ്മബന്ധനൈഃ. സന്ന്യാസയോഗയുക്താത്മാ വിമുക്തോ മാമുപശ്യസി. സമോഹം സർവഭൂതേഷു ന മേ ദ്വേഷ്യോസ്തി ന പ്രിയഃ. യേ ഭജന്തി തു മാം ഭക്ത്യാ മയി തേ തേഷു ചാപ്യഹം. അപി ചേത് സുദുരാചാരോ ഭജതേ മാമനന്യഭാഗ്. സാധുരേവ സമന്തവ്യഃ സമ്യഗ് വ്യവസിതോ ഹി സഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളെ അറിയിക്കുകയാണ്. കാരണം വ്യാഴഗ്രഹം ഇന്ന് തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് മാറിയിരിക്കുന്നു. പല ഗുണാനുഭവങ്ങളും ഉണ്ടാവും മിക്കവാറും എല്ലാവർക്കും. ചില രാശിക്കാർക്ക് കുറച്ച് കൂടുതൽ ഉണ്ടാവും. നമ്മൾ ആ കാര്യം കൂടുതലായിട്ട് ഇവിടെ സംസാരിക്കുന്നില്ല. പക്ഷേ വ്യാഴം അനുകൂലമായിരുന്നാൽ പിന്നെ ഒരു ഉപദ്രവവും നമ്മെ ഏൽക്കില്ല എന്ന് നമുക്ക് ഏൽക്കില്ല, ഉറപ്പാണ്. അപ്പോൾ നമുക്ക് നല്ലതും ചെയ്തേ വരും പോവും, ഇതിലൊന്നും വലിയ അർത്ഥമില്ല, ഇതൊന്നും ശാശ്വതമല്ല എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. നമ്മൾ മനസ്സുറപ്പിക്കുക ഭഗവാനിലേക്ക്. അതിനുള്ള ഒരു മാർഗമാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിപ്രസിദ്ധങ്ങളായ പല ശ്ലോകങ്ങളും നമ്മൾ കേട്ടു. ഇനി ഈ അധ്യായം അവസാനിക്കാൻ പോവാണ്. ഈ അവസാനം ആവുമ്പോഴേക്കും അതിൻ്റെ മൂർധന്യത്തിലെത്തുന്നു. 9-ാം അധ്യായത്തിലെ 27-ാമത്തെ ശ്ലോകമാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ഇത് എസൻസാണ്. ഭഗവാനല്ലാതെ വേറെ ആരെയും ആശ്രയിക്കേണ്ടതില്ല. ആശ്രയിച്ചാലും തിരക്കടില്ല, ഇല്ലെങ്കിലും തിരക്കടില്ല. ഒന്ന് മാത്രമേ ഉള്ളൂ സത്യമായിട്ടുള്ളത്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയെല്ലാം ഈശ്വര പ്രീതിയർത്ഥം ആയിക്കൊണ്ട് ചെയ്യാൻ സാധിക്കും. അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. എന്താണ്? യത് കരോഷി യദശ്നാസി യജ്ജുഹോഷി ദദാസി യത് തപസ്യസി കൗന്ദേയ തൽകുരുഷ്വമദർപ്പണം. എന്ത് ചെയ്താലും, യത് കരോഷി, ഏത് പ്രവൃത്തി ചെയ്താലും അതെല്ലാം എന്തായിത്തീരണം? തത്കുരുഷ്വമദർപ്പണം. മദർപ്പണം, അതൊക്കെയും എനിക്ക് അർപ്പണമായി ചെയ്താലും, ഏത് പ്രവൃത്തി ചെയ്താലും തിരക്കില്ല, അതെല്ലാം ഭഗവതർപ്പണമായിട്ട് ചെയ്യുക. പിന്നെ യജ്ജുഹോഷി, ഹോമം, ഹോമിക്കുക. യജ്ഞത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ നമ്മൾ കേട്ടതാണ്. നമുക്കത് വലിയ പരിചയമില്ല, കാരണം നമ്മൾ ചെയ്യാറില്ല. എന്തേ ആവട്ടെ, അതാ യജ്ജുഹോഷി, ഹോമിക്കുന്നുവോ അതും എന്തായിത്തീരണം? ഈശ്വരാർപ്പണമായിട്ട് മദർപ്പണം കുരു. പിന്നെ തപസ്യസി, നമ്മൾ തപസ് ചെയ്യാണ്. എന്തെങ്കിലും തപസ് ഇതൊക്കെ വളരെ ഉയർന്നതായിട്ടുള്ള കാര്യമാണ്. എങ്കിലും ആ തപസ്സും എന്തായിരിക്കണം? യാതൊരു തപസ് ചെയ്യുന്നുവോ അതും എന്നിൽ അർപ്പിച്ചുകൊണ്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആവുന്നു. ഇതെങ്ങനെ, ഇതൊക്കെ എങ്ങനെ അർപ്പിച്ച് ചെയ്യുക? അതിൽ എൻ്റെ ഗുരുനാഥൻ പറഞ്ഞൊരു കാര്യം ഇങ്ങനെ എനിക്ക് ഓർമ്മ വരിക. ഊണ് കഴിക്കുകയാണെങ്കിലും അത് ഒരു നിവേദ്യമായിട്ട് നിവേദിച്ചു എന്ന ഭാവത്തിൽ ചെയ്യുക. എന്തും രാവിലെ നമ്മൾ എഴുന്നേൽക്കുന്നു, പല്ല് തേക്കുന്നു, കുളിക്കുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, ഇങ്ങനെ ഓരോന്നും ചെയ്യുന്നു. ഇതൊക്കെ ഒരു പൂജയായി മാറുന്നു. എന്താ കാരണം? നമ്മുടെ ഉള്ളിൽ ഭഗവാൻ ഇരിക്കുന്നുണ്ടെന്നാണ്. അപ്പം മേശാന്തി അമ്പലത്തില്, ശ്രീകോവിലില്, വിഗ്രഹത്തില് എന്ത് ചെയ്യുന്നു? രാവിലെ നട തുറന്നു, വിളക്ക് വയ്ക്കുന്നു, പൂവ്, മാല മുതലായവ വാരുന്നു, അഭിഷേകം ചെയ്യുന്നു, മലർ നിവേദ്യം കഴിക്കുന്നു. ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചെയ്യുന്നില്ലേ? ഭഗവാൻ ചെയ്തുകൊണ്ടിരിക്കുക. അത് ആ ഭഗവാൻ നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ളപ്പോൾ നമ്മൾ
നമുക്ക് വേണ്ടി ചെയ്യുന്നതാണ്. നമ്മൾ കുളിക്കുന്നു, പല്ല് തേക്കുന്നു, ഇങ്ങനെയുള്ളതെല്ലാം ഇല്ലേ, ഇതൊക്കെ മതർപ്പണം ഗുരു, ഞാൻ ഭഗവാന് ചെയ്യുന്നതാണ് എന്നാവുമ്പോൾ നമുക്കിനി വേറൊരു പൂജയുടെ ആവശ്യമില്ല. നമ്മൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിയും ഈശ്വരാർപ്പണമാക്കുക അർജുന എന്ന് ഭഗവാൻ പറയാണ്. പിന്നെ പറയാ, ശുഭാശുഭഫലൈരേവം മോക്ഷ്യസേ കർമ്മബന്ധനൈ സന്യാസയോഗയുക്താത്മാ വിമുക്തോ മാമുപൈഷ്യസി. ശുഭാശുഭഫലൈ കർമ്മബന്ധനൈ മോക്ഷ്യസേ, ഇപ്രകാരം ശുഭാശുഭ ഫലങ്ങളോട് കൂടിയ കർമ്മബന്ധങ്ങളിൽ നിന്ന് മുക്തനാവുന്നു. അപ്പം നമ്മൾ ഓരോരോ കർമ്മം ചെയ്യുമ്പോൾ ഓരോരോ ആഗ്രഹങ്ങൾ ഉണ്ടാവും, അത് സാധിക്കണം എന്ന് പറയാം. അപ്പം അതൊക്കെ അങ്ങോട്ട് വിട്ട് ഏത് കർമ്മമായാലും അത് ഈശ്വരാർപ്പണമായി ചെയ്യുമ്പോൾ നമ്മളൊരു സന്യാസി പോലെ ആയിത്തീരും. സന്യാസ യോഗയുക്താത്മാ, സന്യാസ യോഗയുക്തനായി വിമുക്തനായിട്ട് എന്നെ പ്രാപിക്കുന്നു. അപ്പം നമുക്കിനി വേറൊരു തപസ്സും വേണ്ട, വേറൊരു പൂജയും വേണ്ട. നമ്മൾ ചെയ്യുന്ന നിത്യകർമ്മങ്ങളും മറ്റുള്ള ഏത് പ്രവൃത്തിയും ഈശ്വരാർപ്പണമായിട്ട് ചെയ്താൽ അവൻ എന്നിലെത്തുന്നു, എല്ലാ കർമ്മബന്ധങ്ങളും വെടിഞ്ഞ് എന്നിലെത്തുന്നു എന്ന് ഭഗവാൻ പറയാണ്. ഇതൊക്കെ എന്താണ്, ഉയർന്ന ആശയമാണ്. ക്രമേണ ഫലത്തിൽ വരുത്താൻ ശ്രമിക്കാം, അത്രേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഒരു സുഖം ഇതിലെങ്ങനെയാണ് ഉണ്ടാവുമെന്ന് വെച്ചാൽ, നമുക്ക് വല്ലാതെ ദുഃഖിക്കേണ്ടതായിട്ടുള്ളൊരവസ്ഥ വരില്ല, അല്ലെങ്കിൽ അത്യധികം ആഹ്ലാദിക്കേണ്ട അവസ്ഥയും വരില്ല. നമുക്കിങ്ങനെ ഇതൊക്കെ ഇങ്ങനെ വരും പോവുകയൊക്കെ ചെയ്യും. ഇതിൽ വല്ലാതെ ഒന്നും മനസ്സ് വെച്ച് വിഷമിക്കേണ്ടതില്ല എന്നൊന്ന് ചിന്തിക്കുമ്പോൾ അല്പം ആശ്വാസം കിട്ടും. എന്നിട്ട് പറയുന്നു, സമോഹം സർവഭൂതേഷു നമേ ദ്വേഷ്യോസ്തി ന പ്രിയ യേ ഭജന്തി തു മാം ഭക്തിയാ മയിതേ തേഷു ചാപ്യഹം. വല്ലാത്ത ഒരു ശ്ലോകമാണത്. നമ്മളൊക്കെ പറയാറുള്ളത്, ഈശ്വരൻ ഇങ്ങനെ സ്വാർത്ഥിയാവോ, അങ്ങോട്ട് പോയി പൂജ ചെയ്താൽ മാത്രം സന്തോഷിക്കുക, അല്ലാത്തവരെ ഒക്കെ ഇങ്ങനെ ദ്രോഹിക്കുക, ഇതാണോ ഈശ്വരൻ, ഇങ്ങനെയുള്ളൊരു ഈശ്വരൻ എന്നൊക്കെ ഈശ്വര വിശ്വാസികളല്ലാത്തവരെ പറയാറുണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ട്. ഭഗവാൻ പറയാണ്, സമോഹം സർവഭൂതേഷു, എല്ലാ ജീവജാലങ്ങളോടും എനിക്ക് ഒരേ ഭാവമാണ്. ഒരാളോടൊരു പ്രത്യേക മമതയും ചിലരോടൊരു വെറുപ്പോ വിദ്വേഷമോ ഒന്നുമില്ല. സമോഹം സർവഭൂതേഷു നമേ ദ്വേഷ്യോസ്തി ന പ്രിയ യേ ഭജന്തി തു മാം ഭക്തിയാ മയി തേഷു ചാപ്യഹം. അങ്ങനെ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ കാണുന്നുണ്ടല്ലോ. പക്ഷേ ആരാണോ എന്നെ ഭജിക്കുന്നത്, ഭക്തിയോടുകൂടി എന്നെ ഭജിക്കുന്നത്, ഞാൻ അവരിലും അവർ എന്നിലുമുണ്ട് എന്ന് പറയുമ്പോൾ അവിടെയും നമുക്കൊരു എന്താണ് വ്യക്തമായില്ല. അപ്പം അതിന് ശങ്കരാചാര്യ സ്വാമികളുടെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്, ഇതിപ്പോ നമ്മൾ തണുപ്പ് കാലത്ത് തീയൊക്കെ ചില ചൂടാകാൻ വേണ്ടിയിട്ട് വെയിലിൽ നിന്ന് വെയിൽ വരുന്നതിന് മുമ്പേ ഒന്ന് ചൂടാവാൻ നമ്മൾ തീ കത്തിക്കുന്നുണ്ട്. തീ കത്തിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ചൂടാക്കാനുള്ള വിവിധ ശ്രമങ്ങളെന്ന് വിചാരിച്ചോളൂ. അപ്പം ആ തീ അവിടെ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ തീയുടെ സ്വഭാവമാണ് ചൂട് നൽകുക എന്നുള്ളത്. നമ്മൾ അതിൻ്റെ അടുത്ത് ചെന്നിരിക്കുമ്പോൾ നമുക്ക് ഈ ചൂടനുഭവപ്പെട്ട് തണുപ്പിൽ നിന്ന് രക്ഷ നേടുന്നു. എന്നാൽ ദൂരത്ത് പോയി നിൽക്കുകയാണ് ഒരാൾ, തീ എനിക്കൊന്നും ചൂട് തരുന്നില്ല, സ്വാർത്ഥിയാണ് എന്ന് പറയുന്നത് പോലെ ഉള്ളൂ. നമ്മൾ അങ്ങനെ അടുത്തേക്ക് പോകും. ഈശ്വരൻ്റെ സ്വഭാവം എന്താണ്? എല്ലാവർക്കും വേണ്ടത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മളൊന്നും അങ്ങോട്ട് പോകുന്നില്ല. അതുപോലെ സൂര്യതാപം നമുക്ക് ഏൽക്കണമെങ്കിൽ നമ്മൾ വെയിലത്തെ അങ്ങോട്ട് ഇറങ്ങേണ്ടി വരും. എല്ലാവർക്കും സൂര്യൻ എന്താണ് ഈ ചൂട് നൽകുന്നുണ്ട്. ഈ ചൂടില്ലെങ്കിൽ ജലനിൽപ്പില്ല. അത് തന്നുകൊണ്ടിരിക്കുന്ന സൂര്യനെ നമ്മൾ ഇവിടെ എന്തൊന്നുമില്ല, ഞാൻ അകത്ത് പോയിരിക്കുക, ചൂടുമില്ല, എല്ലാം അടച്ചു പൂട്ടിയിരുന്ന അങ്ങനെ കിട്ടില്ല. കിട്ടണമെങ്കിൽ അങ്ങോട്ട് ചെല്ലൂ. അപ്പം ഈശ്വരൻ അവിടെ ഉണ്ട്. സർവവ്യാപിയാണ്, സർവേശ്വരനാണ്, സർവശക്തനാണ്, കരുണാവാരിധിയാണ്, എല്ലാം തരും. നമ്മൾ ആശ്രയിക്കൂ. ആശ്രയിക്കാൻ മടിച്ച് ഇതൊന്നും സാധിക്കില്ല, ഈശ്വരൻ അങ്ങനെ സ്വാർത്ഥിയായിട്ട് അവിടെ കൊണ്ട് തന്നാലേ എടുക്കുള്ളൂ, ഇല്ലേ, വേണ്ട, അല്ല വേണ്ടയാ,
ഈശ്വരന് വലിയ ആവശ്യമൊന്നുമില്ല. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഈശ്വരനെ പ്രാപിക്കേണ്ടതാണ് എന്ന് പറയുന്നു. പിന്നെ അതിമനോഹരമായ ഒരു ശ്ലോകം. അഭിജേൽ സുദുരാചാരോ ഭജതേ മാം അനന്യഭാഗ് സാധുരേവ സമന്തവ്യ സമ്യക് വ്യവസിതോ ഹി സഹ. എന്താണ് സുദുരാചാര? അഭിജേൽ സുദുരാചാര, അത്യന്തം ദുരാചാരി ആണെങ്കിൽ പോലും മാം അനന്യഭാഗ് ഭജതേ ചേൽ, എന്നെ അന്യശരണമില്ലാത്ത എന്നുറപ്പിച്ച് ഭജിക്കുന്നുവെങ്കിൽ ക്ഷിപ്രം ഭവതി. എന്താ അയാളുടെ ഒരു സ്ഥിതി? അദ്ദേഹം സാധു ആണെന്ന് ഞാൻ അങ്ങോട്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു. സാധുരേവ സമന്തവ്യ, അവൻ നല്ലവനാണ്, ശരിയായ ആളാണ്, തെറ്റായിട്ടൊന്നും ചിന്തിക്കുന്നില്ല, നല്ലവനെന്ന് തന്നെ വിചാരിക്കപ്പെടണം. സുദുരാചാരൻ, ധാരാളം ദുഷ്പ്രവൃത്തികൾ ചെയ്യുന്ന ആളാണെങ്കിലും ഈശ്വരനെ ഭജിച്ചാൽ അവനെ സാധുവായിട്ട്, സജ്ജനമായിട്ട്, നല്ലവനായിട്ട് ഞാൻ കണക്കാക്കുന്നു എന്ന്. അപ്പൊ എങ്ങനെയാ അത് രണ്ടും കൂടി സാധിക്കും? ഈ ദുരാചാരം ചെയ്യുക അല്ലെങ്കിൽ ദുഷ്പ്രവൃത്തി ചെയ്യുക, ഇതിന് ജ്യോതിഷപ്രകാരം ചില ഗ്രഹങ്ങൾ സ്വാധീനിക്കുന്നുണ്ട്. അപ്പൊ അവ വന്നാൽ നിവൃത്തിയില്ലല്ലോ. അത് ദുഷ്പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കാനേ നിവൃത്തിയുള്ളൂ. ഭീകരന്മാരൊക്കെ ഉണ്ടല്ലോ, നോക്കി കാണാൻ സാധിക്കും. അവരുടെ ജാതക പ്രകാരം അത്യധികം മോശമായ സ്ഥിതിയാണ്. മോശം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ വെച്ചാൽ ദൂഷിപ്പിക്കുന്നതായിട്ട് പ്രവൃത്തി ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു എന്നൊരു വശം. പക്ഷേ വേറൊരു ഭാഗമുണ്ട്. വ്യാഴം മുതലായ സദ്ഗ്രഹങ്ങൾ അല്ലെങ്കിൽ ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയും നല്ല സ്ഥാനമൊക്കെ വരുമ്പോൾ ഉള്ളിനുള്ളിൽ ഒരു നന്മ ഇങ്ങനെ കിടക്കും. അത് എങ്ങനെയാ അങ്ങോട്ട് വികസിച്ച് വലുതായി തീരുന്നത്? അതിന് സജ്ജന സംസർഗം എന്നൊരു സംഗതി, ഈശ്വര വിശ്വാസികൾ അല്ലെങ്കിൽ ഈശ്വരൻ എന്ന് മനസ്സിലാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ആ പഥത്തിൽ കൂടി ചലിക്കുന്ന ആളുകളുടെ സംസർഗം കൊണ്ട് എന്താവുന്നു? സാധു, നല്ലവനായിത്തീരുന്നു. ഒരു കഥയൊക്കെ ഉണ്ട്. ശ്രീരാമകൃഷ്ണദേവന്റെ കഥയിൽ ജീവിതത്തിൽ ഒരു വളരെ മോശമായിട്ട് ജീവിക്കുന്ന ഒരാൾ, അയാൾ കഴിവുകൾ പലതുമുണ്ട്, പക്ഷെ ദുരാചാരനാണ്. അത് മനസ്സിലാക്കി ശ്രീരാമകൃഷ്ണദേവൻ. അദ്ദേഹത്തിൻ്റെ സംസർഗം കൊണ്ട് വലിയ ആളായി മാറി ഗിരീഷ് ചന്ദ്ര ഘോഷ് എന്നുള്ള ഒരു ഭക്തൻ. അപ്പൊ ഈശ്വര സംസർഗം കൊണ്ട് അവൻ നന്നായിക്കോട്ടെ എന്ന് അവർക്ക് അങ്ങനെ അനുഗ്രഹിക്കാൻ തോന്നുക. എന്താ വെച്ചാൽ ജീവന്റെ ഉള്ളിൽ നന്മയുണ്ട്, അതിനെ കാണാൻ സാധിച്ച അവര് അതിനെ വളർത്തിയെടുക്കുന്നു. അപ്പോൾ ഈ ബിഷപ്പിന്റെ ഒരു കഥ ഞാൻ പറയണ്ടായി. കള്ളൻ ബിഷപ്പിന്റെ ഗൃഹത്തിൽ അഭയം തേടി അവിടുന്ന് സാധനം അവിടെ രാത്രി അവിടെ കിടന്നൊക്കെ കട്ടുകൊണ്ടുപോയി. നല്ല നല്ല വില പിടിച്ച വെള്ളി കൊണ്ടുള്ള പല പല ഉപകരണങ്ങളും കട്ടുകൊണ്ടുപോയി. അവൻ സുദുരാചാരനായി. പക്ഷേ കട്ടുകൊണ്ടുപോയി എന്നുള്ളത് ഒരു ദുരാചാരമാണ്, ദുഷ്പ്രവൃത്തിയാണ്. പക്ഷെ അവരെ പിടികൂടി പോലീസ് ഇങ്ങോട്ട് പിടിച്ച് കൊണ്ടുവന്നു. ആ ബിഷപ്പിനോട് പറഞ്ഞു, ഇതൊക്കെ ഇവിടുന്ന് കട്ടുകൊണ്ടുപോയതാണ്. അപ്പോൾ ബിഷപ്പ് പറഞ്ഞു, ഇതും കുറച്ച് സാധനം കൂടി അയാളുടെ ഉണ്ടായിരുന്നു, അത് മറന്നുപോയി എടുക്കാനെന്ന്. അപ്പൊ ആ ഒരു സജ്ജന സംസർഗം കൊണ്ട് പെട്ടെന്ന് അവന്റെ മനസ്സ് മാറി. അവൻ ദുരാചാരന അല്ലാതെ ആയി തീർന്നു. എന്തായി? സാധുരേവ, സാധുവായി തീർന്നു എന്നാ. അപ്പൊ ചില സന്ദർഭങ്ങള് ചിലരുടെ സാന്നിധ്യം കൊണ്ട്, പ്രേരണ കൊണ്ട്, വാക്കുകൊണ്ട് എത്ര സുദുരാചാരനാണെങ്കിലും ഈശ്വരന്റെ ആ ഒരു കാരുണ്യം കൊണ്ട് ആ ദുരാചാരം വെടിയാൻ കാരണമായിത്തീരുന്നു. അവൻ നല്ലവനായിത്തീരുന്നു. അപ്പൊ നല്ലത് ചീത്ത അങ്ങനെ ഒന്നുമില്ല. ഏത് നല്ലതിനെയും ചീത്തയാക്കാനും ഒക്കെ സാധിക്കും, അല്ലെങ്കിൽ ചീത്തത് നല്ലതാക്കാൻ സാധിക്കും. അനുകൂലേ ജഗന്നാഥേ വിപരീതേ വിപര്യയ അരിർമിത്രം വിഷം പഥ്യം. ശത്രുവിനെ മിത്രമാക്കാനും സാധിക്കും. വിഷം എന്ന് പറഞ്ഞാൽ ഏറ്റവും ത്യജിക്കേണ്ടതാണ്, അത് പഥ്യമായി തീർക്കും. പിന്നെ എന്താണ്? ഇതൊക്കെ കഴിവുണ്ട് ഈശ്വരന്റെ സാന്നിധ്യം കൊണ്ട്. ഈശ്വരൻ വിചാരിക്കുകയാണെങ്കിൽ, ഭഗവാന്റെ കാരുണ്യം ഉണ്ടാവുകയാണെങ്കിൽ അലഭ്യമായിട്ടൊന്നുമില്ല. എത്ര ചീത്ത വ്യക്തിയാണെങ്കിലും, സുദുരാചാരനാണെങ്കിലും ഭഗവാന്റെ കാരുണ്യം കൊണ്ട്
ആരായിരുന്നു? സാധുരേവ, സാധുവായിത്തീരുന്നു, നല്ലവനായിത്തീരുന്നു. യാതൊരു സംശയവുമില്ല. നമുക്ക് കാരുണ്യത്തിന് പ്രാർത്ഥിക്കാം. എത്ര തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും, കൃഷ്ണ, ഞാൻ പല തെറ്റും ചെയ്തു, എനിക്ക് അഭയം ആരുമില്ല. തെറ്റാണെന്ന് അറിഞ്ഞിട്ടും ചെയ്തു, ചെയ്യാതിരിക്കാൻ പറ്റിയില്ല. അതെയോ? തെറ്റാന്ന് മനസ്സിലായോ ഇപ്പോൾ? എന്നാൽ പശ്ചാത്താപത്തോടംഘ്രികളിൽ വീഴുകിലാരുലയെയും കീഴ്മേൽ മറന്നു പിഴയാസകലം പൊറുക്കും നീ മാത്രമാണിനി എനിക്കൊരു ബന്ധുകൃഷ്ണ. എല്ലാ പിഴകളും പുറത്ത് അനുഗ്രഹിക്കുന്ന കരുണാമൂർത്തിയാണ് ഭഗവാൻ. അങ്ങനെ ഇങ്ങനെ പെട്ടെന്ന് ഭഗവാന്റെ കാരുണ്യമുണ്ടാവുമ്പോൾ എന്തായിത്തീരുന്നു? ക്ഷിപ്രം ഭവതി ധർമാത്മാ ശശ്വൽശാന്തിം നിഗച്ഛതി. പെട്ടെന്ന് എല്ലാം അങ്ങോട്ട് മറന്ന് ആ ധർമാത്മാവായിത്തീരുന്നു. കൗന്ദേയ പ്രതിജാനീഹി നമേ ഭക്ത പ്രണശ്യതി. ഭഗവാൻ അർജുനോട് പറയാ, അർജുന, ഒരു കാര്യം നീ മനസ്സിലാക്കണം. എന്താണ്? നമേ ഭക്ത പ്രണശ്യതി. എൻ്റെ ഭക്തന് നാശമില്ല. നമേ ഭക്ത പ്രണശ്യതി. മനസ്സിലാക്കൂ, ഇതാണ് എൻ്റെ പ്രതിജ്ഞയാണിത്. ഒരിക്കലും എൻ്റെ ഭക്തൻ നശിക്കില്ല, നശിക്കില്ല. തീർച്ചയായും ഇത് അറിഞ്ഞുകൊള്ളുക. യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദിസ്. ഇത് മനസ്സിലാക്കൂ. എൻ്റെ ഭക്തന് നാശമില്ല. നാശത്തിലാണെന്നൊക്കെ തോന്നും, പക്ഷേ ഈ ഒരു അവസ്ഥ വരണം. എന്താ? ക്ഷിപ്രം ഭവതി ധർമാത്മാ. ഞാൻ ഈശ്വരൻ്റെ ആണ്, ഈശ്വരനല്ലാതെ എനിക്ക് ആരുമില്ല എന്നങ്ങോട്ട് ബോധ്യം വന്ന് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ധർമാത്മാവായിത്തീരുന്നു. പിന്നെ അങ്ങനെയുള്ള ഒരാൾക്ക് നാശമില്ല, ഭക്തന് നാശമില്ല എന്നുള്ള അതിവിശിഷ്ടമായ പ്രസിദ്ധമായ അർത്ഥവത്തായ വരികളാണ്. നമേ ഭക്ത പ്രണശ്യതി. എവിടെയും കോട്ട് ചെയ്യാൻ പറ്റും. എൻ്റെ ഭക്തന് നാശമില്ല. അങ്ങനെ ആ ഭക്തി ഉണ്ടാവാൻ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കാം.